ഹലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയാണ് ചെയ്യണത്. പക്ഷെ ഇന്നലെയും ചെയ്തായിരുന്നു. ഇന്നലെയും ലോസായിരുന്നു. ഇന്നലെ ഒരു 10,000 രൂപ പോയി. അപ്പോൾ പഠിക്കണതുകൊണ്ട് പിന്നെ വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ഇന്ന് നമുക്കത് തന്നെയായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഒരു 3,800 ലോസ് വന്നു. നമ്മൾ പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ നമ്മൾ ഈ സ്റ്റോക്ക് എടുത്ത് ചെയ്യുന്ന പോലെ ചെയ്യാൻ നോക്കിയത്. പക്ഷേ എന്നിട്ട് എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് അത് നോക്കിയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ അത് ഏതെങ്കിലും ഒന്ന് മാത്രം അതിനോട് യോജിച്ച് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ രീതി അവിടെ നടക്കില്ല. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെൽ ഓർഡർ എടുക്കണം. പുട്ടാണെങ്കിലും കോൾ ഓപ്ഷൻ ആണെങ്കിലും സെൽ ഓർഡർ എടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് 2,00,000 ലക്ഷത്തിന് മേളിൽ വരുമെന്ന് തോന്നുന്നു പ്രീമിയം എടുക്കണമെങ്കിൽ. അപ്പോൾ നമുക്കതിൻ്റെ ഒരു 4 മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ പ്രോഫിറ്റ്, അല്ല നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. 50,000 പറ്റിലേക്ക് വരുള്ളൂ. ബൈ തന്നെ ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ബൈ എടുത്ത് കയറ്റണം എന്ന് വെച്ചാൽ അതൊരു ചടങ്ങ് പരിപാടിയാണ്. ആകെ ഒരു ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് 3,000 സംതിങ് നഷ്ടം വന്നിട്ട് പിന്നെ നേരെ സ്റ്റോക്കിൽ കയറി പിന്നെ നല്ലൊരു ഷെയർ കിട്ടി. ഇതിൽ കയറിയിട്ട് പിന്നെ പണി തുടങ്ങി. മൊത്തം 11 ട്രേഡ്, അതായത് 22 ഓർഡർ. പ്രോഫിറ്റ് കുറച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്കാൽപ്പിങ് ചെയ്ത് കളഞ്ഞതേ ഉള്ളൂ. ഇന്നലെ പിന്നെ ബാങ്ക് നിഫ്റ്റി മാത്രമേ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നമുക്കങ്ങനെ വിട്ടാൻ പറ്റില്ല. അതുകൊണ്ട് നേരെ സ്റ്റോക്കിലേക്ക് കയറി. സ്റ്റോക്കിൽ കയറി നല്ല ഷെയർ ആയിരുന്നു, നല്ല മൂവിങ് ഉണ്ടായിരുന്നു. ഇതിലങ്ങോട്ട് കയറിയിട്ട് അങ്ങോട്ട് കൊടുത്തു ഇതിനെ പണി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി സെൽ ഓർഡർ എടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ ചെയ്യാതിരിക്കുന്ന ഭേദമെന്ന് തോന്നുന്നു. അതല്ലെന്നാണെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് സ്റ്റോക്കിൽ നിന്ന് രാവിലെ പ്രോഫിറ്റ് എടുത്തിട്ട് അങ്ങോട്ട് കയറണം. പക്ഷെ അത് എന്താ പറയുക, അതൊരു തരം ഈ പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് നിഫ്റ്റി ചിലപ്പോൾ കയറുമ്പോൾ ചിലപ്പോൾ കോൾ ഓപ്ഷൻ കയറാണ്ട് നിൽക്കും, നിഫ്റ്റി ഇടിയുമ്പോൾ പുട്ട് ഓപ്ഷൻ കയറാണ്ട് നിൽക്കും. രണ്ടും ഇടിയാണ് ഒരവസ്ഥയൊക്കെ വരും. അപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു രീതി മനസ്സിലായത്. നമ്മൾ പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ എടുത്തിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ പുട്ട് ഓപ്ഷനും അതിൻ്റെ സെൽ ഓർഡർ എടുക്കണം, അല്ലെങ്കിൽ കോൾ ഓപ്ഷനും അതിൻ്റെ സെൽ ഓർഡർ എടുക്കണം. ഞാൻ എൻ്റെ രീതിയാണ് പറഞ്ഞത്, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ഞാനിപ്പോൾ ഈ സ്റ്റോക്കിൽ നിന്നൊക്കെ പ്രോഫിറ്റ് എടുക്കുന്ന ആ രീതിയിലാണ്. ഇപ്പോൾ 1,500 സംതിങ് ആദ്യം സെൽ ഓർഡർ എടുത്ത് പിന്നെ ബൈ ആണ് ചെയ്തത്, പിന്നെ സെൽ ഓർഡർ. അപ്പോൾ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് സെല്ലും ബൈയും ചെയ്യാം. പക്ഷെ അതിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല, ബൈ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബൈ ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് കയറ്റാൻ നോക്കണം. അത് എൻ്റെ രീതി വെച്ചിട്ട് നടക്കുന്ന കാര്യമല്ല. സ്കാൽപ്പിങ് ചെയ്യാൻ പറ്റും. സ്കാൽപ്പിങ് ഇതേപോലെ തന്നെയാണ്, ഇടയ്ക്ക് പെൻഡിങ് ആവുന്നുണ്ട്. നമ്മുടെ മറ്റേ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുണ്ട് പോകും. സ്കാൽപ്പിങ് ചില ടൈമിൽ അടിപൊളിയായിട്ട് കിട്ടും. ഞാൻ മിനിഞ്ഞാന്നൊക്കെ ചെയ്തപ്പോൾ കുഴപ്പമില്ലാണ്ടായില്ല. പക്ഷേ ഇന്നലെ ഇന്നൊക്കെ സ്കാൽപ്പിങ്ങിന് പറ്റിയൊരു ഇതല്ല ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി തൊട്ട് സ്റ്റോക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കയറി ചെയ്യാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതേപോലെ പ്രോഫിറ്റ് ഉണ്ടായാലും അങ്ങാടിയും ഇങ്ങാടും കൊണ്ടും കൊടുത്തും നിൽക്കേണ്ടി വരും. സ്റ്റോക്കിൽ നിന്ന് 3,000 സംതിങ് 3,000 പറ്റിയാലൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എന്നാണ് അറിയാൻ പറ്റിയത്. ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ എടുത്തിട്ട് കൂടിയില്ല. സ്റ്റോക്കിൽ നിന്ന് മാക്സിമം 1,500 പ്രോഫിറ്റ് എടുത്തിട്ടുള്ളൂ. നഷ്ടം എത്തിയിട്ടുണ്ട്. എന്നാലും ആദ്യമായിട്ടായിരിക്കും ബാങ്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ നഷ്ടം നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ട് എത്തുന്നത്.
ബാങ്ക് നിഫ്റ്റി നമുക്ക് സമയമുള്ളവരൊക്കെ ചെയ്യണതായിരിക്കും നല്ലത്. ആ ഒരു ഞാൻ പറഞ്ഞില്ല, മൂവിങ് ഒക്കെ കറക്റ്റായിട്ട് വരുന്ന ടൈമിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചാടിക്കയറി ചെയ്താൽ പണിയാവും. അല്ല, അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലാതെ ചാർട്ട് മാത്രം നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ചെയ്ത് നോക്കി അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ചതിക്കുഴികളും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ബൈ ചെയ്ത് കയറ്റുകയെന്ന് പറഞ്ഞാൽ അത് സെല്ലോടെ ഒരെണ്ണം എടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. സെല്ലോടെ എടുക്കണമെങ്കിൽ 2.5 ലക്ഷത്തിന് മുകളിൽ, അത് ഭയങ്കര പണിയാണ്. അതായത് പൈസ ഉള്ളവർക്ക് വാരിക്കൊണ്ട് പോകാം, അല്ലാതെ ഒരു ബൈ ചെയ്ത് നിൽക്കണം. ബൈ ചെയ്ത പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, പക്ഷേ ഇതാണ് പ്രശ്നം. നമ്മൾ ഈ സ്റ്റോക്ക് ചെയ്യണ രീതി അതിൻ്റെ അത് ചെയ്യാൻ പറ്റില്ല. സെൽ ഓർഡർ ആണെങ്കിലും വേണം. ഒരു പയ്യ ഒരു സെൽ ഓർഡർ എടുക്കാം, അത് ഇപ്പോൾ പുട്ടോ കോളോ ഏതാണെങ്കിലും കുഴപ്പമില്ല, അതെടുത്താൽ സെറ്റപ്പാണ്. അതറിയില്ല, നമുക്കത് ചെയ്യാം, സാവധാനം ചെയ്യാം. അപ്പം ഇന്ന് വീഡിയോ ഇടണമെന്ന് കരുതിയതല്ല. അപ്പം യൂട്യൂബിൽ അപ്പം നമ്മുടെ ചാനലൊന്ന് റെഡിയായി വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാനാന്ന് കരുതിയത്. കാര്യം ഇന്നലത്തെ വീഡിയോ ഇന്നലെ അല്ല, നമ്മുടെ ലാസ്റ്റ് ഷോട്ട് 1.8K വരെയൊക്കെ പോയി. ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ചാനൽ നമ്മുടെ വീഡിയോ അത്രയൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനോർത്ത് ഇനിയിപ്പോൾ ഇത് ഇട്ടില്ലെങ്കിൽ പണിയാവും ചാനലിൻ്റെ ഒരു ഇതിന് വേണ്ടിയും. അപ്പോൾ എൻ്റെ ഈ ചാനലെന്ന് വെച്ചാൽ വെറുതെ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തേണ്ട. അപ്പോൾ നിങ്ങളിത് കണ്ട് നിങ്ങൾക്കിത് ഇൻസ്പിറേഷൻ കയറി ചെയ്യാനൊന്നും നിൽക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതൊരു 94 രൂപയ്ക്ക് ഇട്ടിട്ടുണ്ട്. ആ നഷ്ടം നമ്മൾ നിർത്തിയിട്ടുണ്ട്. 3700 സംതിങ് സ്റ്റോക്കിൽ ആദ്യമായിട്ടാണ് അത്ര വരെ പ്രോഫിറ്റ് എടുക്കുന്നത്. അപ്പോൾ 23 ട്രേഡ്, അതിലൊരെണ്ണം റിജക്ഷൻ്റെത് അതിനകത്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ എത്രയാണ്? 11 ട്രേഡിൽ നമ്മൾ പരിപാടി തീർത്തിട്ടുണ്ട്. 11 ട്രേഡ് പറയുമ്പോൾ ബ്രോക്കറേജ് വരും, എന്നാലും കുഴപ്പമില്ല. നഷ്ടം വരുത്തിയ പണിയാണ്, അതും കൂടി ചേർത്ത് വരുമ്പോൾ ഒരു എമൗണ്ട് വരും. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു.